ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനൊരു നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. വീടുകൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധം എന്നാരോപിച്ച് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം മറുപടി നൽകണം. അതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അയച്ച നോട്ടീസിൽ 7 ദിവസങ്ങൾക്കകം മറുപടി നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇപ്പോൾ ലീഗ് അടക്കമുള്ള സംഘടനകൾ അവിടെ വീട് നിർമ്മാണമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നോട്ടീസ്. എന്താണ് വിശദീകരിക്കേണ്ടത്? ജിൽസി, ഏറ്റവും പ്രധാനമായി ഈ നോട്ടീസ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകിയതാണ്. അതായത് ഈ മുണ്ടക്കൈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ 7 സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് പ്രസ്തുത സ്ഥലത്ത് എടുത്തതായി കണ്ടെത്തി എന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ദിവസത്തിനകം ഓഫീസിൽ രേഖാമൂലം ഇതിന്റെ മറുപടി നൽകണമെന്നും മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിൽ പറയുന്നു. എന്നാൽ നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ന് പറയുന്നത് ഇത് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു നോട്ടീസാണ്. ഇതിന് വ്യക്തമായ മറുപടിയും പാർട്ടി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് പെർമിറ്റ് അനുവദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുന്നത്. എന്തായാലും ഈ നോട്ടീസിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി സൂചിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഫൈസൽ? അദ്ദേഹം ഞാൻ അതിലേക്കാണ് വരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ മാസം 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതിയാണ് മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണം ആരംഭിച്ചത്. തറപ്പണി കഴിഞ്ഞപ്പോൾ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഏകദേശം പകുതിയോളം വീടിന്റെ കെട്ട് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു നോട്ടീസ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഏകദേശം വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ജിൽസി, ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോ ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിൽ സർക്കാർ പറഞ്ഞത് ഈ ഡിസംബറോടുകൂടി സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികൾ എന്ന് വെച്ചാൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പുതിയ അറിയിപ്പ് വന്നിരുന്നു, ഡിസംബർ അല്ല ജനുവരി അവസാനത്തോടുകൂടി. അത് ഇനിയും നീളുമോ എന്ന് കാത്തിരിക്കും.